ദൈവമേ, എന്റെ കണ്ണീര് കാണുന്നില്ലേ? എന്റെ സങ്കടം അമ്മ കേൾക്കുന്നില്ലേ? എന്താ ദൈവമേ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തെ? ജാസ്മിനും വിശാൽ സാറും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെടുത്താനായിട്ട് ഒരു വഴി പറഞ്ഞു താ ദൈവമേ. എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നേ? പുറപ്പെടണ്ടേ? ആ, പാർവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിരിക്കാം. അവള് വന്നിട്ടിറങ്ങാം. ചേടാ, പാർവതി പോയിട്ട് കുറച്ച് സമയമായല്ലോ. ഇനി നമ്മൾ കാത്തുന്ന മുഹൂർത്തം തെറ്റില്ലേ? ആ, അത് ശരിയാ. അതുമാത്രമല്ല, കല്യാണ പെണ്ണ് നേരത്തെ മണ്ഡപത്തിൽ എത്തും വേണ്ടേ? ആ, ഒരു കാര്യം ചെയ്യാം. പാർവതി സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അവളെയും കൊണ്ട് ഞാനും പ്രതാപനും സുശീലയും കൂടി മണ്ഡപത്തിലേക്ക് വരാം. വിശാലും ഗാർഗിയും ജാസ്മിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പൊയ്ക്കോളൂ. അല്ല, അത് പാർവതിയെ ഞാൻ പോയി വിളിക്കാം. അല്ല, അത് വേണ്ട മോനെ, അവളെ ശല്യപ്പെടുത്തണ്ട. അവള് മനസ്സ് നിറഞ്ഞ് ഗായത്രി ചേച്ചിയെ പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾ ചെല്ല്. ആ, ജാസ്മിൻ വരൂ, കാറിൽ കയറ്. വാ മോനെ. വിശാലെ, മുഹൂർത്തം വൈകും. കയറ്. ബൈ. വിശാൽ സാർ! അയ്യോ, വിശാൽ സാർ പോയോ? ശ്ശോ. അയ്യോ, പാർവതി, പാർവതി. അയ്യോ മോളെ, നീ ടെൻഷൻ ആവണ്ട. ജാസ്മിനെ നേരത്തെ മണ്ഡപത്തിൽ എത്തിക്കണ്ടേ? അതാ വിശാൽ അവളെയും കൂട്ടി പോയത്. നീ നമ്മുടെ കാറിൽ കയറി, നമുക്ക് ഒരുമിച്ച് പോവാലോ. വാ മോളെ. ലേറ്റാവും. ഇനിയും ഇത് ഇവരുടെ പദ്ധതി വല്ലതുമാണോ? പാർവതി, വാ. മോളെ, വിശാൽ, അല്ല പ്രഭാവതി മറ്റുള്ളവരൊക്കെ എവിടെയാ? എല്ലാരും വരുന്നുണ്ട് പിന്നാലെ. ജാസ്മിൻ ആദ്യം ഇവിടെ ഉണ്ടാവണമെന്നാ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നമുക്ക് അകത്തോട്ടിരിക്കാം.
വെൽക്കം. താങ്ക് യു. വരും. ആ വരൂ. തിരുമേനി, കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ശുഭമായിരിക്കുന്നു. ശരി. ആ തിരുമേനിയും വരനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സമയമല്ല. ആയിരിക്കണം. ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. അനുസരിച്ചല്ലേ? ആ പിന്നെ കതിർ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. വരൂ. ആ. ആ പിന്നെ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം മേടിച്ചോ. എന്താ ആലോചിക്കുന്നത്? ഭഗവാനെ, അടികൊണ്ട് പൊളിയാതെ തന്നെ കാത്ത് രക്ഷിക്കണേ. എന്താ എന്താ പറഞ്ഞ? ഏയ് ഒന്നുമില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് ഈശ്വരനോട് അപേക്ഷിച്ചതാ. ശരി ശരി, വാ. ഞാനെന്ന് അച്ഛനോട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോട്ടെ? ആയിക്കോട്ടെ. ആ. വരൂ. ആ. ഇനി വധുവിനെ വിളിച്ചോളൂ. തിരുമേനി ഞാൻ വിളിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. വധുവിനെ മണ്ഡപത്തിലേക്ക് ഇരുത്തിക്കോളൂ. നടക്കുമോളെ. താലി കെട്ടിന് സമയമായി. അച്ഛൻ ഇങ്ങോട്ട് നിന്നോളൂ. മകന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ. നിർത്ത്. കെട്ടരുത്. ഇവളെ താലി കെട്ടരുത്. അമ്മേ, എന്താ എന്തു പറ്റി? ഞങ്ങളോട് ഈ ചതി കാണിക്കാൻ പാടില്ലായിരുന്നു.
എന്താ എന്തു പറ്റി? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാ ഈ വിവാഹം നിർത്തണമെന്ന് പറയുന്നത്? ഈ കല്യാണം നടക്കില്ല. അല്ല, കല്യാണം നടക്കില്ല എന്ന് പറയാൻ കാരണം എന്താ? അത് പറയണം. അതെ, അത് ഞങ്ങൾക്ക് അറിയണം. അല്ലാതെ പെട്ടെന്ന് കല്യാണം നിർത്തണമെന്ന് പറഞ്ഞാൽ അതെന്ത് മര്യാദയാടാ? കാണ്. കാണ്, എല്ലാരും കാണ്. കണ്ടോ? എല്ലാരും കണ്ണു തുറന്ന് കാണ്. ഇത് തന്നെയാ കാരണം. ഇങ്ങനെ ഒരു പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കണോ വേണ്ടയോ? നീ പറയടാ, നിനക്കിനി ഇവളെ കല്യാണം കഴിക്കണോ? വേണ്ട, എന്റെ മോൻ ഇവളെ വിവാഹം കഴിക്കണ്ട. തന്റെ കൂടെ വഴിവിട്ട ബന്ധം പുലർത്തുന്ന ഇവളെ താൻ ബുദ്ധിപൂർവ്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതല്ലേ? ദേ, ഒരുമാതിരി വൃത്തി. വർക്കൗട്ടായി. ഇതിലെന്തോ പന്തികേടുണ്ട്. ഞാനിതിൽ നിരപരാധിയാ. ആ വീഡിയോ എങ്ങനെ ആരെടുത്തു എന്നൊന്നും എനിക്കറിയില്ല. നിന്റെ ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട. നീ കാരണം നാണം കെട്ടത് ഞാനും എന്റെ മോളുമാണ്. ഇവിടെ മുടങ്ങി തന്നെ മോളുടെ വിവാഹം. നീയൊക്കെ കൂടെ തകർത്തതേ എന്റെ മോളുടെ ഭാവിയാ. അയ്യോ, നിന്നെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും ഞാൻ ജയിലിൽ കയറ്റും. പ്രഭാവതി, നീയാ ഒന്നാം പ്രതി. എന്റെ മോളെ ഈ നിൽക്കുന്ന വിശാലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് നീ വഞ്ചിച്ചു. ഇപ്പോ വേറൊരു വിവാഹം നടത്താന്ന് പറഞ്ഞ് അതും നീ മുടക്കി. അയ്യോ, എല്ലാത്തിനും കാരണക്കാരി നീയാ. ഇപ്പോ ആ വീഡിയോ എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഇനി എന്റെ മോളുടെ വിവാഹം നടക്കുവോ? അത് പറ. അതിന് മറുപടി നീ പറഞ്ഞേ പറ്റൂ. വക്കീലേ, ഞാൻ പരിഹാരം ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ പരിഹാരം ചെയ്യാം.
ഇതിനുള്ള പരിഹാരം എന്റെ ജീവൻ അയ്യോ, അമ്മേ, അവസാനിപ്പിക്കുക എന്നുള്ളത് ചേച്ചി, മാത്രമാ. ചേച്ചി, ചേച്ചി, അമ്മേ, ചേച്ചി, അടുക്കരുത് ചേച്ചി, അടുക്കരുതെന്നാ പറഞ്ഞത്. ചേച്ചി, ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ ചേച്ചി. വേണ്ട അമ്മേ. ചേച്ചി അയ്യോ പറയുന്നേ ചേച്ചി. അയ്യോ ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ. ചേച്ചി മരിച്ച പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എനിക്കതൊന്നും അറിയണ്ട. അതിന് ചേച്ചി എന്താ തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്ത വിശാലല്ലേ? അമ്മേ ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ആദ്യം ജാസ്മിനെ വിവാഹം കഴിക്കുന്ന വാക്ക് കൊടുത്തിട്ട് പിന്നെ പാർവതി വിവാഹം കഴിച്ചു അല്ലേ? ഇപ്പൊ ചേച്ചി കഷ്ടപ്പെട്ടൊരു പയ്യനെ ജാസ്മിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അത് മുടങ്ങി. അത് ആര് കാരണോ? ചേച്ചി കാരണമാണോ? അല്ലല്ല, ഇവൻ കാരണമല്ലേ? അപ്പൊ പരിഹാരം കാണേണ്ട നീ തന്നെയാ. പ്രതാപ പറഞ്ഞു തന്നെ ശരി. പ്രതീക്ഷ കത്തി കളയ്. സുശീലേ അടുക്കരുത്. പ്രതാപ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി കളയ്. ചേച്ചി പ്രതാപ കത്തി ഞാൻ തരില്ല. അമ്മേ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കത്തി മാറ്റണമെങ്കിൽ ഇതിന്റെ പരിഹാരം എന്താണെന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം നടപ്പാക്കും. ഞാൻ മരിക്കും. അമ്മേ എടാ പറയൂ വിശാലേ, നീ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്ത തെറ്റ് കാരണമാണ് എന്റെ മോളുടെ വിവാഹം മുടങ്ങിയത്. അതിന്റെ പേരില് ഈ തർക്കം ഇവിടെ വേണ്ട. എന്റെ മോളെ വഞ്ചിച്ചതിന് നീ തന്നെയാണ് ഉത്തരവാദി. അങ്കിൾ എടാ നിനക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും അത് നീ പറ. പരിഹാരം ഒന്നേ ഉള്ളൂ. വിശാല് ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ താലി കെട്ടണം. ജാസ്മിൻ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. വിശാൽ, ജാസ്മിൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി എനിക്കിതിൽ ഒന്നും ചെയ്യാനാവില്ല. ഒന്നുകിൽ നീ അവളെ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് ഞാൻ മരിക്കും. ഒന്നും പറയടാ. അമ്മേ ജാസ്മിനോടും ജാസ്മിന്റെ ഡാഡിയോടും ഞാൻ എന്ത് പറയും? എനിക്ക് ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കാനാവില്ല. എടാ പറയടാ വിശാലെ. പാർവതി, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ എങ്ങനെ ജാസ്മിനെ വിവാഹം കഴിക്കും? വിശാലെ വേണ്ട, നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട. ഞാൻ മരിച്ചോളാം. അതിനു മുമ്പ് പാർവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. പാർവതി, ജാസ്മിന്റെ വിവാഹം മുന്നിട്ട് നിന്ന് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞവളാ നീ. ഇപ്പൊ ഈ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണം. വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് സാധിക്കോ? ഇല്ലെങ്കിൽ നിന്റെ കൺമുമ്പില് ദേ എന്റെ ശവം ഇവിടെ വീഴും.